ലോകം മുഴുവൻ ഇപ്പോൾ ഒരു വലിയ കൂടിക്കാഴ്ചയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുന്നു. ഫെബ്രുവരി 25-നാണ് ഈ നിർണായക യാത്ര. എന്തുകൊണ്ടാണ് ഈ സന്ദർശനം ഇത്രയധികം ചർച്ചയാകുന്നതെന്ന് അറിയാമോ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഒരു ഭീമമായ ശക്തി എന്നാണ്. വെറും ഒരു പുകഴ്ത്തലല്ല ഇത്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിരോധം, കൃഷി, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ സന്ദർശനത്തിലൂടെ ആ ബന്ധം പുതിയൊരു തലത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഏതെല്ലാം കരാറുകളിലാണ് ഇന്ത്യ ഒപ്പുവെക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ? നമുക്ക് നോക്കാം. 2017 നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ അത് ചരിത്രമായിരുന്നു. കാരണം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് അന്ന് ആദ്യമായിരുന്നു. എന്നാൽ ഇന്ന് 9 വർഷങ്ങൾക്കിപ്പുറം ആ ബന്ധം കേവലം സൗഹൃദത്തിനപ്പുറം തന്ത്രപരമായ ഒരു വലിയ സഖ്യമായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന നിർണായക കരാറുകളാണ്. പ്രധാനമായും 4 കാര്യങ്ങളിലാണ് മാറ്റം വരാൻ പോകുന്നത്. ഒന്ന്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം എളുപ്പമാക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ. 2, ആയുധങ്ങൾ വെറുതെ വാങ്ങുന്നതിന് പകരം അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള പ്രതിരോധ കരാറുകൾ. 3, മൊബൈലിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കുന്ന ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക സഹായം. 4, നമ്മുടെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുതിയ കൃഷി രീതികളും ജലസംരക്ഷണ പദ്ധതികളും. വർഷങ്ങളായി ചർച്ചയിലുണ്ടായിരുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഈ സന്ദർശന വേളയിൽ യാഥാർത്ഥ്യമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് നിലവിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾക്ക് വലിയ വേഗത കൈവരും. ഇറക്കുമതി തീരുവകൾ കുറയുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇസ്രായേൽ വിപണിയിലും ഇസ്രായേലിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്ക് ഇന്ത്യൻ വിപണിയിലും വലിയ സാധ്യതകൾ തുറക്കപ്പെടും. സാമ്പത്തിക മേഖലയ്ക്ക് പുറമെ പ്രതിരോധ മേഖലയിലും വലിയ മാറ്റങ്ങൾക്കാണ് ഈ സന്ദർശനം വഴിയൊരുക്കുന്നത്. ഇസ്രായേൽ സൈനികർക്കായുള്ള പരിശീലന കേന്ദ്രമായ ബഹാദ് 1 വെച്ച നെതന്യാഹു സൂചിപ്പിച്ചതുപോലെ ആഗോള ഭീഷണികളെ നേരിടാൻ സഖ്യകക്ഷികളുടെ സഹായം ഇസ്രായേലിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വെറും ആയുധം വാങ്ങലിൽ ഒതുങ്ങുന്നില്ല. പകരം നൂതനമായ മിസൈൽ സംവിധാനങ്ങളും ഡ്രോണുകളും ഇന്ത്യയിൽ തന്നെ സംയുക്തമായി വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് ഈ സന്ദർശനം വലിയ ഊർജം നൽകുകയാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യമെടുത്താൽ സെമി കണ്ടക്ടർ നിർമ്മാണത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും വലിയൊരു മുന്നേറ്റമാണ് ഈ സന്ദർശനത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. ലോകം മുഴുവൻ ചിപ്പ് ക്ഷാമം നേരിടുമ്പോൾ ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ നിർമ്മാണ ശേഷിയും കൈകോർക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയെ ഒരു ഹബ്ബായി മാറ്റാൻ സഹായിക്കുകയാണ്. സൈബർ സുരക്ഷാ രംഗത്തെ സഹകരണവും ഇതിൽ പ്രധാനമാണ്. 2 രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികളെ നേരിടാൻ സംയുക്ത സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ചും മോദിയും നെതന്യാഹുവും ചർച്ച ചെയ്യും. കൂടാതെ കൃഷി, ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇസ്രായേലിന്റെ മാതൃകകൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനുള്ള പുതിയ ധാരണാപത്രങ്ങളിലും ഇരുവരും ഒപ്പുവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മറ്റൊരു പ്രധാന കാര്യം അമേരിക്കയുമായുള്ള ബന്ധമാണ്. ഡൊണാൾഡ് ട്രംപ് 2ാമതും പ്രസിഡന്റായി വന്നതോടെ ഇസ്രായേലിന് ലഭിച്ച പുതിയ കരുത്തും ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധത്തെ സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്കയുടെ സുരക്ഷാ സിദ്ധാന്തത്തിൽ മാതൃകാ സഖ്യകക്ഷിയായി വിശേഷിക്കപ്പെടുന്ന ഏക രാജ്യം ഇസ്രായേലാണ്. അങ്ങനെയുള്ള ഇസ്രായേൽ ഇന്ത്യ ഒരു ഭീമൻ ശക്തി എന്ന് വിളിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ആഗോള പദവി എത്രത്തോളം ഉയർന്നു എന്നതിന്റെ തെളിവാണ്. ഇസ്രായേൽ പാർലമെന്റായ നിസൈറ്റിനെ മോദി അഭിസംബോധന ചെയ്തതിലൂടെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള വൈകാരികമായ ബന്ധവും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഫെബ്രുവരി 25-ന് ആരംഭിക്കുന്ന ഈ സന്ദർശനം കേവലം ഔദ്യോഗിക ചടങ്ങിൽ ഒതുങ്ങുന്നില്ല. അത് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും പുതിയൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ ഇന്ത്യയെ കൂടുതൽ സ്വയം പര്യാപ്തമാകുന്നതിനും വലിയൊരു ചാലക ശക്തിയായി മാറും. ഈ പുതിയ സഖ്യം ലോക രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് ലോകം വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. റഷ്യ യുക്രൈൻ വിഷയത്തിലെന്ന പോലെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും സമാധാനപരമായ ചർച്ചകൾക്ക് വഴി തുറക്കാൻ കഴിയുന്ന ഏക നേതാവ് മോദിയാണെന്ന് പല വിദേശ മാധ്യമങ്ങളും വിലയിരുത്തുകയാണ്. ഒരു വിശ്വഗുരു എന്ന നിലയിൽ ഇന്ത്യയെ നെതന്യാഹു കാണുന്നത് കൊണ്ടാണ് ഭീമമായ ശക്തി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ ആഴമേറിയ ബന്ധം വെറും ഒരു വാർത്തയല്ല, മറിച്ച് പല ശത്രു രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് വളരുന്നത് കണ്ട് അസൂയപ്പെടുന്നവർക്ക് ഈ സഖ്യം വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്.
പ്രത്യേകിച്ച് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്കും ഏഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കും ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. നെതന്യാഹു ഇന്ത്യയെ ഭീമമായ ശക്തി എന്ന് വിളിക്കുമ്പോൾ അത് കേട്ട് അസൂയപ്പെടുന്നത് നമ്മുടെ അയൽപ്പക്കത്തുള്ള ചില രാജ്യങ്ങളാണ്. നേരത്തെ ഇന്ത്യയെ കുറച്ചു കണ്ടിരുന്ന പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളെ ഭീതിയോടെയാണ് നോക്കുന്നത്. ഇന്ത്യ ഇന്ന് ആരുടെയും പക്ഷം പിടിക്കുന്ന രാജ്യമല്ല, മറിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരുമായും ധീരമായി കൈകോർക്കുന്ന ഒരു ആഗോള ശക്തിയാണ്. ഇസ്രയേലുമായുള്ള ഈ കൂട്ടുകെട്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ അജയ്യമായി മാറ്റുന്നതോടെ ഇന്ത്യയെ തൊടാൻ ഏതൊരു ശത്രു രാജ്യവും 100 വട്ടം ആലോചിക്കേണ്ടി വരും. അസൂയപ്പെടുന്നവർക്ക് അസൂയപ്പെടാം, പക്ഷേ നവഭാരതത്തിന്റെ ഈ കുതിപ്പ് തടയാൻ ആർക്കും കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ സന്ദർശനം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ ആഴമേറിയ ബന്ധം. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നെതന്യാഹു ഏറ്റവും കൂടുതൽ തവണ സന്ദർശിച്ച അമേരിക്കയാണ്. എന്നാൽ ആ കൂടിക്കാഴ്ചയിൽ പോലും നെതന്യാഹു ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യ എന്ന ഭീമമായ ശക്തിയെക്കുറിച്ചാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേൽ തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കാൻ അമേരിക്കയെ പോലെ തന്നെ ഭാരതത്തെയും വിശ്വസിക്കുന്നെന്നത് ട്രംപിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് കേവലം ഒരു പങ്കാളി മാത്രമല്ല, മറിച്ച് ആർക്കും അവഗണിക്കാനാവാത്ത ഒരു ഗ്ലോബൽ പ്ലെയർ ആണെന്ന് ട്രംപ് ഭരണകൂടം പോലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്താൽ ഒരു കാര്യം വ്യക്തമാണ്. ഫെബ്രുവരി 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ വിമാനമിറങ്ങുന്നത് വെറും ഒരു അതിഥിയായല്ല, മറിച്ച് ലോകം ആദരിക്കുന്ന ഒരു കരുത്തുറ്റ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയായാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയെ ഒരു ഭീമമായ ശക്തി എന്ന് വിളിക്കുമ്പോൾ അത് പതിറ്റാണ്ടുകളായി ഭാരതം ആർജിച്ചെടുത്ത ആത്മവിശ്വാസത്തിനുള്ള അംഗീകാരം തന്നെയാണ്. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയും ഇസ്രായേലും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യം സ്വാഭാവികമാണ്. ഈ സന്ദർശനത്തിലൂടെ ഒപ്പിടാൻ പോകുന്ന കരാറുകൾ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനെയും നേരിട്ട് ബാധിക്കുന്നവയാണ്. നമ്മുടെ സൈനികർക്ക് കൂടുതൽ സുരക്ഷ നൽകുന്ന പ്രതിരോധ സംവിധാനങ്ങൾ, നമ്മുടെ കർഷകർക്ക് കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ വിളവ് നൽകുന്ന സാങ്കേതിക വിദ്യ, നമ്മുടെ യുവാക്കൾക്ക് ലോകോത്തര നിലവാരമുള്ള ജോലി നൽകുന്ന IT, സെമി കണ്ടക്ടർ മേഖലകൾ, ഇതെല്ലാം ഈ യാത്രയുടെ ഫലങ്ങളാണ്. വെറും ആയുധങ്ങൾക്കപ്പുറം കച്ചവടത്തിനും ലോക സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ ചുവടുവെപ്പ് കൂടിയാണിത്. യുദ്ധങ്ങളും അശാന്തിയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിനെയും ഗൾഫ് രാജ്യങ്ങൾക്കും ഒരേപോലെ സ്വീകാര്യനായ ഒരു നേതാവായി നരേന്ദ്രമോദി മാറുന്നത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ജെറുസലേമിലെ ആ ചരിത്രപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന പ്രഖ്യാപനങ്ങൾ ഇന്ത്യയെ വരും വർഷങ്ങളിൽ ഒരു ആഗോള നിർമ്മാണ ഹബ്ബായി മാറ്റും. ഭാരതം ലോകശക്തിയാകുന്ന ആ യാത്രയിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ സഖ്യം വെറും ഒരു രാഷ്ട്രീയ കൂടിച്ചേരലല്ല, മറിച്ച് 21-ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്ന ഉറച്ച പ്രഖ്യാപനം തന്നെയാണ്. ഈ സന്ദർശനത്തെക്കുറിച്ചും ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ സഖ്യം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ എങ്ങനെ സഹായിക്കും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.